ഇതുപോലൊരു ജ്യൂസി കബാബ് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? നാട്ടിലിപ്പോ ഫുള്ള് ബീഫാണല്ലോ വിഷയം. അപ്പൊ പിന്നെ ഞാനും ഒരു ബീഫ് റെസിപ്പി ചെയ്യാന്ന് വിചാരിച്ചു. കബാബ് സാധാരണ എയർ ഫ്രയറിലോ, അവനിലോ, ഗ്രില്ലിലോ ഒക്കെയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ട്ടോ. സോ ലെറ്റ്സ് മേക്ക് ബീഫ് കഫ്ത കബാബ്. ഒരു ബൗളിലേക്ക് 1/2 കിലോ മിൻസ്ഡ് ബീഫ് എടുക്കുന്നുണ്ട്. 80% ഇറച്ചിയും ഒരു 20% നെയ്യുള്ള രീതിയിൽ വേണം ബീഫ് വാങ്ങിക്കാൻ. കബാബിന് നെയ്യ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു ചോപ്പറിൽ ഒരു വലിയ ഉള്ളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു റെഡ് ക്യാപ്സിക്കത്തിന്റെ ഹാഫ് പോർഷനും ഗ്രീൻ ക്യാപ്സിക്കത്തിന്റെ ഹാഫ് പോർഷനും, ഒരു കൈപ്പിടി പാഴ്സ്ലി ലീവ്സും കുറച്ച് മല്ലിയിലയും കൂടി നൈസായിട്ട് ചോപ്പ് ചെയ്യുക. പാഴ്സ്ലി ലീവ്സ് ഇല്ലെങ്കിൽ മല്ലിയില തന്നെ കുറച്ച് അധികം എടുത്താൽ മതിയാവും. എന്നിട്ട് അതിലെ വെള്ളം ഫുള്ള് പ്രസ് ചെയ്ത് കളയണം. എന്നിട്ട് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൈസസ് ആയിട്ട് ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സ്മോക്ക്ഡ് മന്തി മസാല അല്ലെങ്കിൽ ഗരം മസാല, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ബോളായിട്ടോ അല്ലെങ്കിൽ ബർഗർ പാറ്റി പോലെ ഫ്ലാറ്റ് ആക്കിയിട്ടോ ബാർബിക്യൂ സ്റ്റിക്കിലോ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഞാൻ ബാർബിക്യൂ സ്റ്റിക്കിൽ റാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബീഫ് ഫുള്ള് സ്ക്യൂവേഴ്സിലാക്കി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഷേപ്പ് പൊട്ടിപ്പോവാതിരിക്കാനാണ്. ഞാൻ ഇപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കി ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ആക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഫ്രീസറിൽ നിന്ന് എടുത്ത് ചെറുതായി ഐസൊക്കെ പോയി കുക്ക് ചെയ്യാവുന്നതാണ്. ടൈമിൽ ലാഭിക്കാം. കബാബ് സാധാരണ ഓവനിലോ എയർ ഫ്രയറിലോ ഗ്രില്ലിലോ ഒക്കെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമുക്ക് അതിനുള്ള വഴിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു അടി കട്ടിയുള്ള പാൻ എടുത്ത് ചൂടായി വരുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ കബാബ് ഓരോന്നായി പ്ലേസ് ചെയ്യുക. വെച്ച ശേഷം ഒരു 2-3 മിനിറ്റ് തിരിക്കാനോ മറിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്താലേ ജ്യൂസി ആയിട്ട് ഇരിക്കുള്ളൂ. നെയ്യ് ഇറങ്ങി വരുന്നത് കണ്ട പതുക്കെ ഫ്ലെയിം വളരെ ലോ ആക്കി മൂടി വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ച് അപ്പുറത്തെ സൈഡും ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ആയിക്കോളും. മൂടി വെക്കണമെന്ന് ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ കരിഞ്ഞു വരുമ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് സ്ക്യൂവേഴ്സിൽ നിന്ന് മാറ്റി പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ സ്മോക്കി ജ്യൂസി കബാബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ എന്ത് ജ്യൂസി ആണെന്ന് നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും. ഇത്രയും ജ്യൂസി ആയിട്ടുള്ള ഒരു കബാബ് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ചട്നിയുടെ കൂടെയോ കുബൂസിൽ റോൾ ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.